ഇതിനെല്ലാത്തിനും പിന്നിലേ അവൾ ഒറ്റ ഒരുത്തിയാ, ആ ഋതിക. അവള് മാത്രല്ല അമ്മേ, ബുദ്ധി അവന്റെയാ. വളരെ പ്ലാനിങ്ങോടെയല്ലേ അവര് അനന്തപിള്ളയെ കുരുക്കി അകത്താക്കിയത്. അതെന്തായാലും ശരിയാ. ഒരു താപ്പാനയല്ലേ അവര് മയക്ക് വെടിവെച്ച് വീഴ്ത്തി അകത്താക്കിയത്. താങ്ക് യു മാം. ഇനി ഈ ക്രിമിനലിനെ കൊണ്ടുപോവാം. ടേക്ക് ഹിം. ഋതു, ഇവനെ മണ്ടന. അടുത്തത് നീയും നിന്റെ അമ്മയും. വാ രാജു. സത്യം പറയ, എന്തിനാ എന്നെ പറ്റിച്ചേ? ചിരിക്കാതെ കാര്യം പറ. എന്നെ ഇങ്ങനെ ഇട്ട് ഒരു വിഡ്ഢിയാക്കിയ എന്തിനാ? സത്യം പറഞ്ഞ രാജനോട് നുണ പറയണമെന്നും ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കണമെന്നും ഞാൻ വിചാരിച്ചതേ അല്ല. 1-2 പ്രാവശ്യം പറയാൻ ഒരുങ്ങുകയും ചെയ്തു. പറയാന്ന് തീരുമാനിച്ച ഒരു സിറ്റുവേഷനിൽ രാജു എന്നോട് ഒത്തിരി ചൂടായി. എന്നാ പിന്നെ രാജുവിനെ പറ്റിച്ചേക്കാന്ന് ഞാൻ കരുതി. ഭയങ്കരി ക്രൂരെ. എന്റെ പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ ചതിക്കോ രാജു? സത്യം പറഞ്ഞ എന്റെ അച്ഛന്റെ വിജയം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ അവരോട് പറഞ്ഞതുമാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അച്ഛൻ ജയിക്കണം. എല്ലാ വോട്ടും അച്ഛന് തന്നെ ലഭിക്കണം. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അയാളെ കിട്ടണം. ആ വേല നടക്കില്ല. റിസൾട്ട് വരുമ്പോ അയാളെ തരാം. ഋതുമോൾ ഒരു പാവമാണെന്ന് വിചാരിച്ച ഞാൻ എന്തൊരു പട് വിധിയ. രാജു, ആ അനന്തനെയും മനത്തലയും ദീപകിനെയും അംബിക എന്ന പിശാചനെയും പറ്റിക്കണമെന്നേ എനിക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ആക്ട് ചെയ്ത് വന്നപ്പോഴാ അതൊരു സൂപ്പർ ഹിറ്റ് സസ്പെൻസ് ഡ്രാമ ആയത്. സസ്പെൻസ്? നിന്റെ ഒരു സസ്പെൻസ് ഡ്രാമ? എന്നെ പറ്റിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല, പറഞ്ഞേക്കാം. ഇതിനൊരു ശിക്ഷ കൂടിയേ തീരൂ. നിന്റെ ഒരു സസ്പെൻസ്. സംസ്ഥാനത്തുടനീളം KCP തരംഗം. KCP തരംഗം എന്നാൽ അത് പ്രതാപവർമ്മയുടെ വിജയമാണ്. മത്സരിച്ച 140 സീറ്റുകളിൽ 138 സീറ്റുകളിലും വിജയം നേടിയ KCPയുടെ ജനകീയ മുന്നണി അധികാരത്തിലേക്ക്. മിന്നുന്ന വിജയമല്ല, ആധികാരികമായ വിജയം നേടിയ പ്രതാപവർമ്മയുടെ മുന്നണി ഉടൻ അധികാരത്തിലെത്തും. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതകളും മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രതാപവർമ്മയ്ക്ക് തന്നെയാണുള്ളത്. പ്രതാപവർമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എടാ ദീപക്കെ, നീ എവിടെയാടാ? എവിടെന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ പെരുവഴിയില്ല. ഇലക്ഷൻ ആവശ്യത്തിനടുത്ത് ഒരു റെന്റേ കാറിൽ ചാരി നിൽക്കുക. അല്ലാതെ എന്താ ചെയ്യുക? ആകാശത്തേക്ക് വിട്ട ഗുണ്ട് പൊട്ടിച്ചിതറും പോലെയല്ലേ പൊട്ടിപ്പോയത്. അതേടാ, നീ മുഖ്യമന്ത്രിയും ഞാനവിടെ ക്ലിഫ് ഹൗസിലിരുന്ന് ഭരണചക്രം തിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞ. കേരളം എന്റെയും നിന്റെയും കൈകളിൽ കിടന്ന് കറങ്ങുന്ന പമ്പരം. അതെ, സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ
എന്റെ ആദ്യത്തെ ആഗ്രഹം ആ പ്രതാപവർമ്മയും മകളെയും മരുമകനെയും പിടിച്ച് അകത്തിടണമെന്നായിരുന്നു. എടാ അത് മറ്റൊരു വിധത്തിൽ നടന്നല്ലോ. നിന്റെ അമ്മായിയപ്പൻ ആ വ്യാളി അനന്തംപിള്ള ഇപ്പോഴേ അകത്ത് കിടന്ന് പുല്ലും വെള്ളവും കഴിക്കുക. പിടി വീഴാതെ നീ നിന്നെ തന്നെ നോക്കിക്കോണേ പൊന്നുമോനെ. എന്നെ ഒരു പുല്ലും ചെയ്യില്ല. എന്നെ നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ഛേ, എന്നാലും എന്തൊരു നാണം കെട്ട തോൽവിയായിരുന്നടാ നമ്മുടേത്. ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അമ്മയ്ക്ക് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാം. മനസ്സ് എന്നോടൊപ്പം ആയിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിലെ അമ്മ വിജയിച്ച മുന്നണിക്കൊപ്പാ. ഞാനേ ആ സമയത്ത് അങ്ങനെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നിന്നെ പോലെ പെരുവഴിയിലാവുമായിരുന്നു. ഞാൻ പെരുവഴിയിലൊന്നുമല്ല. ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂം ബുക്ക് ചെയ്തിരിക്കുക. അനന്തംപിള്ളയുടെ കുറെ ഫണ്ടേ എന്റെ കയ്യിലുണ്ട്. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിലൊന്നും നീ വിഷമിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഫണ്ടേ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അല്ല, അവളും അവനും അവിടെയില്ലേ, ആ ഇഡിയറ്റ്സ് രാജു ഋതികയും. ഇലക്ഷൻ വിജയിച്ചതിന്റെ തിളപ്പിലേ പുറത്തെവിടെയോ അർമാദിച്ച് നടക്കുക. ഇതിനെല്ലാത്തിനും പിന്നിലേ അവൾ ഒറ്റ ഒരുത്തിയാ, ആ ഋതിക. അവള് മാത്രല്ല അമ്മേ, ബുദ്ധി അവന്റെയാ. വളരെ പ്ലാനിങ്ങോടെയല്ലേ അവര് അനന്തപിള്ളയെ കുരുക്കി അകത്താക്കിയത്. അതെന്തായാലും ശരിയാ. ഒരു താപ്പാനയല്ലേ അവര് മയക്ക് വെടിവെച്ച് വീഴ്ത്തി അകത്താക്കിയത്. ആ പിന്നെ അമ്മേ, ഞാൻ വിളിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. എന്താടാ? അമ്മേ, ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അമ്മ ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്റെ പാസ്പോർട്ട് എടുത്ത് എനിക്കൊന്ന് എത്തിച്ചേരണം. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോവാ. എടാ അതെങ്ങനെ ശരിയാവും? അനന്തപിള്ള അകത്ത് കിടക്കുമ്പോ മാരേജ് പ്രപ്പോസലൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും? അതൊക്കെ വർക്കൗട്ട് ആവും. അമ്മ പാസ്പോർട്ട് ഇങ്ങോട്ട് എത്തിച്ചേന്നാ മതി. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രതാപനോടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അവൻ ക്ഷമിക്കും. എടാ നീ ഇങ്ങോട്ട് വാ. അതൊന്നും ശരിയാവില്ല അമ്മേ. എന്നെ കൊന്ന് കത്തിച്ചളയാൻ കാത്തിരിക്കുക അവരെല്ലാരും. അവരുടെ മുമ്പിലേക്കേ ഞാൻ വരില്ല. അമ്മ എത്രയും പെട്ടെന്നേ ആ പാസ്പോർട്ട് ഒന്ന് എത്തിച്ച. അല്ലെങ്കിൽ വേണ്ട, ഞാൻ രാത്രി അങ്ങോട്ട് വരാം. ശരി. എടാ ഫോൺ കട്ട് ചെയ്തു. ഇതാ ചേച്ചി. എന്താ ഇത്? സംഭാരം. സംരംഭത്തിന് സംഭാരം നല്ലതാ.